ഹായ് ഹലോ എവരി വൺ, ഐ ആം റുക്സാന അജ്മൽ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ കുക്കിങ്ങുമായിട്ടല്ല നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. മീൻ ക്ലീൻ ആക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് പലർക്കും അറിയത്തില്ലായിരിക്കും. അപ്പോൾ അതെങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഇത് പുല്ലൻ എന്നറിയപ്പെടുന്ന ഒരു ആറ്റുമീനാണ്. ഇതിന് നല്ല രീതിയിൽ ചെതുമ്പലുണ്ട്. ഇത് ക്ലീൻ ആക്കൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇതിൻ്റെ ചെതുമ്പൽ ഓർക്കുമ്പോഴത്തേക്കിന് പല ആളുകളും ഇത് വാങ്ങിക്കാറില്ല, പക്ഷെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മീനാണ്. ഇത് ചെതുമ്പൽ നമ്മൾ കത്തി കൊണ്ട് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ ആ പരിസരം മുഴുവനും ചെതുമ്പൽ കൊണ്ട് നിറയും. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് എങ്ങനെ ഈസി ആയിട്ട് ഇതിനെ കത്രികയോ അല്ലെങ്കിൽ കത്തിയോ ഒന്നും ഇല്ലാതെ തന്നെ ക്ലീൻ ആക്കി എടുക്കാമെന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ഈ പുല്ലൻ്റെ സൈഡിലുള്ള മുള്ളുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. അതിന് വേണ്ടിയിട്ട് മാത്രം ഒന്ന് കത്രിക യൂസ് ചെയ്യുക. കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള ചെതുമ്പലൊക്കെ നീക്കം ചെയ്യുന്നത്. അപ്പം അതിൻ്റെ തലയുടെ ഭാഗത്തെയും അതേപോലെ തന്നെ രണ്ട് സൈഡിലെയും നീണ്ടു നിൽക്കുന്ന ആ മുള്ളുകളൊക്കെ ഒന്ന് നീക്കം ചെയ്തെങ്കിൽ മാത്രമേ പെട്ടെന്ന് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട് തുടങ്ങാം. ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു പുല്ലൻ ക്ലീൻ ചെയ്യാനായിട്ട് ഫിഷ് കട്ടറിൻ്റെയോ കത്തിയുടെയോ ഒന്നും ആവശ്യമില്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനിത് പുറത്താണ് ചെയ്യുന്നത്. പുറത്ത് ഞാൻ യൂസ് ചെയ്യാത്തൊരു അലക്കുകല്ല് കിടപ്പുണ്ടായിരുന്നു. അത് ഞാൻ നല്ലതായിട്ട് ക്ലീൻ ആക്കിയതിന് ശേഷം അവിടെയാണ് ചെയ്യുന്നത്. നമ്മൾ ആദ്യം ഉപ്പ് തേച്ച് കൊടുക്കണം. സാധാരണ ഉപ്പ് നമ്മൾ കല്ലേലും കുറച്ച് മീനയിലും തേച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ഉരച്ചു കൊടുക്കുക. നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്, ഇങ്ങനെ ചെതുമ്പൽ നന്നായിട്ട് പോകുന്ന കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇതേപോലെ ചെതുമ്പലുള്ള മീനൊക്കെ നമുക്ക് ഇതേപോലെ ക്ലീൻ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ പണി എളുപ്പമായിരിക്കും. ഇപ്പോൾ ഇതിൻ്റെ ഒരു സൈഡിലെ ചെതുമ്പൽ മുഴുവൻ നീങ്ങി പോയിട്ടുണ്ട്. ഇനി അടുത്ത സൈഡ് ഇതേപോലെ തന്നെ ഉപ്പ് തേച്ച് കൊടുക്കുക. കല്ലിലും കുറച്ച് ഉപ്പ് തേച്ച് കൊടുത്തിട്ട് ഇതേപോലെ നന്നായിട്ട് തേച്ച് കൊടുക്കുക. നമ്മൾ തേച്ച് കൊടുക്കുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ ചെതുമ്പൽ മാറിക്കിട്ടും. അതല്ലാതെ നമ്മൾ വീടിനകത്തൊക്കെ ചെയ്യുമ്പോഴത്തേനും ഒരുപാട് വൃത്തികേടാകും. അതുപോലെ നമ്മൾ ഇപ്പോഴത്തെ പുതിയ കുട്ടികൾക്ക് മീൻ വെട്ടൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അവരെന്ത് ചെയ്യുന്നത്, അവർ കൂടുതലും ഫിഷ് കട്ടർ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഫിഷ് കട്ടർ യൂസ് ചെയ്യുമ്പോഴത്തേക്കിന് ഈ ചെതുമ്പൽ പോകാനായിട്ട് കുറേ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഇതുപോലെ ചെയ്യുവാണെങ്കിൽ ഫിഷ് നല്ല ക്ലീൻ ആക്കി കിട്ടും. ഇനി മുതൽ ഇതേപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഒരുപാട് പേര് കത്തി യൂസ് ചെയ്ത് ചെയ്യുന്നവരുണ്ട്. അപ്പം കത്തി യൂസ് ചെയ്യാതെ ഇതേപോലെ ഒരു കല്ലുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മുടെ പണി എളുപ്പമായിരിക്കും. അപ്പോൾ എല്ലാ സൈഡിലും ചെതുമ്പലുള്ള ഭാഗങ്ങളും അതേപോലെ തന്നെ സൈഡ് വശവും തലയുടെ ഭാഗത്തെ കറുത്ത വശവും എല്ലാം നമ്മൾ ഇതേപോലെ തേച്ചൊരച്ച് മാറ്റിയതിന് ശേഷം വെള്ളം ഒഴിച്ച് നന്നായിട്ട് വാഷ് ചെയ്ത് അതിൻ്റെ ചെതുമ്പലും അഴുക്കും എല്ലാം നീക്കം ചെയ്യുക. ഇപ്പോൾ അതിൻ്റെ വഴുവഴുപ്പൊക്കെ മാറിയിട്ടുണ്ടായിരിക്കും. ആദ്യം ആറ്റുമീൻ കിട്ടുമ്പോൾ നല്ല വഴുവഴുപ്പായിരിക്കും. നമ്മൾ പിടിച്ചുകൊണ്ട് വന്ന വഴിക്ക് ഫ്രഷ് ആയിട്ട് കിട്ടിയതാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനായിട്ട് അതിൻ്റെ സൈഡിലത്തെ ആ ചെകിളയുണ്ടല്ലോ, ചെകിള ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക. രണ്ട് സൈഡിലെയും ചെകിള കട്ട് ചെയ്ത് മാറ്റിയിട്ട് അതിൻ്റെ ഉള്ളിലെ പൂവ് നമുക്ക് എടുത്തു മാറ്റണം. അതിനായിട്ട് ഇതേപോലെ അകത്തെ ആ ഭാഗം നടുക്ക് ഭാഗവും ഇതേപോലെ കട്ട് ചെയ്ത് അതിൻ്റെ ചുണ്ടിൻ്റെ ഭാഗം ഉണ്ടല്ലോ, ചുണ്ടിൻ്റെ ഭാഗവും ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റണേ. എന്നിട്ടാണ് നമ്മൾ അതിൻ്റെ സൈഡിലുള്ള ആ ചെകിളയുടെ ഭാഗത്തുള്ള പൂവുണ്ടല്ലോ, ഉള്ളിലുള്ള പൂവ് നമ്മൾ പതുക്കെ അതിൽ നിന്ന് എടുക്കാനായിട്ട് എളുപ്പമായിരിക്കും. ഇതേപോലെ നോക്കി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലീനിങ് എളുപ്പമായിരിക്കും കേട്ടോ. അപ്പോൾ ആ രണ്ട് സൈഡിലെയും പൂവൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക. പൂവൊന്നും യൂസ് ചെയ്യേണ്ട. അപ്പോൾ പൂവെല്ലാം എടുത്ത് മാറ്റുക. പൂവെല്ലാം എടുത്ത് മാറ്റുമ്പോൾ തന്നെ അത്യാവശ്യം തലയുടെ ഭാഗത്തുള്ള എല്ലാം ക്ലീൻ ആയിട്ടുണ്ടാകും. അപ്പോൾ ഇത് കണ്ടോ, നല്ലതായിട്ട് ഓപ്പൺ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ ഉള്ളിലെല്ലാം അഴുക്കെല്ലാം നീക്കമായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ നടുവേ ഒന്ന് കീറി വിടുക. ഇതിൻ്റെ ഉള്ളിൽ നല്ല രീതിയിലുള്ള അഴുക്കുണ്ട്. അഴുക്കെല്ലാം നല്ല രീതിയിൽ ക്ലീൻ ചെയ്യണം. അപ്പം നമ്മൾ ഈ ഒരു ആറ്റുമീൻ്റെ ഉള്ളിൽ നല്ല രീതിയിൽ ചേറൊക്കെ കാണുമായിരിക്കും. അപ്പോൾ നല്ല രീതിയിൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് ക്ലീൻ ആക്കി എടുക്കണം. ഇതേപോലെ നടുക്കൂന്ന് കീറി കൊടുത്തെങ്കിൽ മാത്രമേ അതിൻ്റെ ഉള്ളിലുള്ള എല്ലാ അഴുക്കും നമുക്ക് നീക്കിയെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അത് നല്ല രീതിയിൽ കൈയിട്ട് തന്നെ അതിൻ്റെ ഉള്ളിലുള്ള അഴുക്കെല്ലാം നീക്കം ചെയ്തെടുക്കുക. പലർക്കും ആറ്റുമീൻ ഭയങ്കര ഇഷ്ടമുള്ളതാണ്. അപ്പോൾ ഈ ആറ്റുമീൻ കിട്ടാനായിട്ട് പലരും ഒരുപാട് നോക്കി നടക്കാറുണ്ട്, ആറ്റുമീൻ എവിടെ കിട്ടുമെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഈ ആറ്റുമീനെ നമ്മൾ എത്ര ക്ലീൻ ആക്കി കഴിഞ്ഞാലും ചില സമയത്ത് അതിൻ്റെ ചേറിൻ്റെ ടേസ്റ്റ് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു ടിപ്പും കൂടെ പറഞ്ഞുതരാം. നമ്മളിത് ക്ലീൻ ആക്കിയതിന് ശേഷം കുറച്ച് ഉപ്പും വിനേഗറും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തേച്ചിട്ട് കുറച്ച് നേരം ഒരു ഗ്ലാസ് വെള്ളവും ഒഴിച്ചിട്ട് അത് മുങ്ങിക്കിടക്കുന്ന പാകത്തിന് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒരു 10 മിനിറ്റ് അവിടെ അടച്ചു വെക്കുക. അപ്പോൾ അതിൻ്റെ രുചി എല്ലാം മാറിക്കിട്ടും. ഒരു അരുചിയും ഉണ്ടാകത്തില്ല. അപ്പോൾ നമ്മൾ ഇതിൻ്റെ വാലെല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനെ നല്ല രീതിയിൽ വാഷ് ചെയ്തെടുക്കുക. ക്ലീനിങ്ങിൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനിയും ഇതേപോലെ കുക്കിംഗ് സംബന്ധമായിട്ടുള്ള പുതിയ പുതിയ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്താനായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഓരോ ദിവസവും ഇടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ എൻ്റെ ചാനലിൽ കയറി കാണാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, പുതിയൊരു വീഡിയോ ആയിട്ട് കാണും വരയ്ക്കും. ഗുഡ് ബൈ.